അതിന്റെ അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തേതും ഒന്ന് ചെയ്ത് നോക്കിയേ. ടെക്സ്റ്റ് തന്നെ ആൻസർ ഒന്ന് എഴുതി നോക്കിയേ. തന്നിരിക്കുന്ന ഡെസിമൽസിനെ പെട്ടെന്നൊന്ന് ഫ്രാക്ഷൻ ആക്കി എഴുതി നോക്കിയേ. പിന്നെ എത്ര 105.7 12.38 3.55. പെട്ടെന്ന് എഴുതാവുന്നതേ ഉള്ളൂ. 0.9 എന്ന് പറയുമ്പോൾ 9/10. കാരണം ഡെസിമൽ പ്ലേസിൽ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 105.7 എന്ന് പറയുമ്പോൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതി by 10. കാരണം ഡെസിമൽ പ്ലേസിൽ ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. 12.3 എന്ന് പറയുമ്പോൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് 1238 എന്ന് എഴുതുക. 38 വരുമ്പോൾ ഡെസിമൽ പാർട്ടിൽ 2 പോയിന്റ് വരുന്നുണ്ട്. അപ്പോ ഡിനോമിനേറ്റർ 100. 1238/100. അതേപോലെ തന്നെ 3.55 355/100. 355/100. അതിൽ ബാക്കിയുള്ളതും കൂടി ഹോംവർക്ക് ആയിട്ട് എഴുതിക്കുക. ഹോംവർക്ക് ഇങ്ങനെ തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട. ഇതൊക്കെ പെട്ടെന്ന് എഴുതേണ്ടതേ ഉള്ളൂ. വർക്ക്ഔട്ട് ഒന്നും ചെയ്യാനില്ല. ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് പേജ് നമ്പർ 132. പേജ് നമ്പർ 132. അതില് എക്സാമ്പിൾ റിമെമ്പർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന പോയിന്റിന് താഴെ എക്സാമ്പിൾ കണ്ടോ? കൺവേർട്ട് ഇൻടു ഡെസിമൽസ്. നമുക്ക് ഈ ഡിനോമിനേറ്റർ 10, 100, 1000 എന്നിങ്ങനെ മാത്രം വന്നാലല്ല ഡെസിമൽസിലേക്ക് മാറ്റാനുള്ളത്. അല്ലാത്ത ഫ്രാക്ഷൻസിനെയും ഡെസിമൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യും? 3/5, 1/4, 3/125. എങ്ങനെ ചെയ്യും? നമുക്കറിയാം ഡെസിമൽ ആയിട്ട് എഴുതണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 10, 100, 1000 എന്നിങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് വരേണ്ടത്. അല്ലേ? ആ മിസ് എനിക്ക് ക്ലാസ്സിൽ മിസ് പഠിപ്പിക്കുന്നത് മനസ്സിലാവില്ല. നെറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മിസ്സിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ മോനെ. യൂട്യൂബിൽ നെറ്റ് കിട്ടുമ്പോൾ യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ ക്ലാസ് ഒഴിവാവൊന്നും വേണ്ട, പരമാവധി അറ്റൻഡ് ചെയ്യാം. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ 3/5 നമ്മൾ എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റും? 3/5. 3/5. നമുക്കറിയാം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രാക്ഷന്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല അല്ലെ? ഇക്വാലന്റ് ഫ്രാക്ഷൻസ് നമ്മൾ അങ്ങനെയല്ലേ എഴുതാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡെസിമൽ ആയിട്ട് എഴുതണമെങ്കിൽ ഡിനോമിനേറ്ററിൽ 10, 100, 1000 എന്നിങ്ങനെയുള്ള മൾട്ടിപ്പിൾസ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡിനോമിനേറ്റർ 5നെ ഒന്നുകിൽ 10ലേക്കോ 100ലേക്കോ 1000ലേക്കോ ഒക്കെ മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 10ലേക്ക് കിട്ടുമോ എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടുമോ എന്ന് നോക്കുക. 5നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടുമോ? 5നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടുമോ? കിട്ടുമോ? കിട്ടും. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. 5 into 2 10 അല്ലേ? അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ടൈം ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 2 5 into 2 10 ഡിനോമിനേറ്റർ 10 ആയി. 3 into 2 ന്യൂമറേറ്റർ 6 ആയി. അപ്പൊ 3/5ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് 6/10. ഇവിടെ നമുക്ക് എന്തായി? ഡിനോമിനേറ്റർ 10 ആയി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഡെസിമൽ ആക്കി മാറ്റാം. 0.6. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ. 1/4. 1/4. 1/4 എന്ന് പറയുമ്പോൾ 4നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടുമോ എന്ന് നോക്കുക. 4നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടുമോ? ഇല്ല. 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 10 കിട്ടില്ല. 4നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടുമോ? 10 കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ 100 ആണ്. അപ്പൊ 4നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടുമോ? ചെറിയ ചെറിയ നമ്പർ ഒന്നും നോക്കിയാൽ പോരാ, കുറച്ച് വലുത് തന്നെ നോക്കണം. 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല. 15 കിട്ടില്ല. 20 കിട്ടില്ല. 4 into 25. 4 into 25 ആണ് 100 അല്ലേ? 4 into 25. ഇപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. അതേസമയം ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 25 25. ഇപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ 100 കിട്ടി. ഇനി ഈസി ആയിട്ട് ഡെസിമൽസിലേക്ക് മാറ്റാം. 0.25. 0.25. Then അടുത്തത് 3/125. 3/125. ഇവിടെ നമുക്ക് 125നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടാൻ വഴിയില്ല. നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ 1000 ആണ് കിട്ടുക. ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 1000 കിട്ടും. ഏതായിരിക്കും ആ നമ്പർ അറിയോ? 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാട്ടോ 1000 കിട്ടുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ 125നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടും. അതേപോലെ 4നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ 3 into ന്യൂമറേറ്ററിനെയും നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 24/1000. 24/1000 എന്നുള്ളത് നമ്മൾ ഡെസിമൽസിലേക്ക് മാറ്റുമ്പോൾ 0.024. 0.024. ഓക്കെ, അപ്പൊ അത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫ്രാക്ഷൻസിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? ഡെസിമൽസിനെ ഫ്രാക്ഷൻസിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? അത് വേറൊരു രീതിയിലും കൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാം.
എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഇപ്പൊ എഴുതിയത് ആ എക്സസൈസ് 7.2 നമ്മൾ 8 എണ്ണം എഴുതിയില്ലേ? അത് എഴുതിയത് നമ്മൾ ജസ്റ്റ് എങ്ങനെ എഴുതിയേ? തന്നിരിക്കുന്ന നമ്പറിനെ മാത്രം എന്താക്കി? ഫ്രാക്ഷൻ ആക്കി എഴുതി. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആയിരിക്കും മിക്കവാറും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് കിട്ടിയാല് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ വരാം? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും, അതാണ് മിക്സഡ് നമ്പേഴ്സ്. ഇപ്പൊ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 7.2 എക്സസൈസ് 7.2 എ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ 29.3 29.3 നമ്മൾ എങ്ങനെ എഴുതിയേ? 293/10 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എഴുതിയേ? 293/10 എന്നാണ് എഴുതിയത്. ഇതിനെ നമ്മൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുന്ന സമയത്ത് 29/3/10 എന്ന് വരും. 29/3/10. അതായത് ഡെസിമൽ നമ്പറിന്റെ ഹോൾ നമ്പർ പാർട്ട് നമ്മൾ ഫ്രാക്ഷന്റെ ഹോൾ നമ്പർ പാർട്ട് ആക്കി എഴുതി. ഇനി ഡെസിമൽ പാർട്ടിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതി. ഇതാണോ എളുപ്പം? ഇതാണോ എളുപ്പം? രണ്ടായാലും കണക്ക് തന്നെ. രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. മൂന്നാമത്തത് 3.14 3.14 എന്നുള്ളത് നമ്മൾ എഴുതിയത് 314/100. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാളും വലുതായതുകൊണ്ട് ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുന്ന സമയത്ത് ഇതിന്റെ ഈ ഹോൾ നമ്പർ പാർട്ട് നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് തന്നെ എഴുതും. ഡെസിമലിന്റെ ഹോൾ നമ്പർ ആയിട്ട് തന്നെ എഴുതും. ഇനി ഡെസിമൽ പാർട്ട് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതും. 14/100 314/100. ഇത് രണ്ടെണ്ണം എഴുതിയാലും ആൻസർ ശരി തന്നെയാണേ കേട്ടോ. എങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ്. എന്നാലും നമ്മൾ കൂടുതലും ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എപ്പോഴും മിക്സഡ് നമ്പർ ആക്കി എഴുതാനാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് തന്നെ. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് 9 to 16 ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, നിങ്ങൾക്ക് സൗകര്യം പോലെ എഴുതിക്കോ, കുഴപ്പമില്ല. അടുത്തത് കമ്പാരിസൺ ഓഫ് ഡെസിമൽസ്. കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഉണ്ട് കമ്പാരിസൺ ഓഫ് ഡെസിമൽസ്. രണ്ട് ഡെസിമൽസ് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ നമ്മൾ നോക്കണ്ടേ? ഹോൾ നമ്പർ പാർട്ട് ഉണ്ടോ നോക്കണം. സീറോന്റെ ലെഫ്റ്റ് സൈഡിൽ ഹോൾ നമ്പർ പാർട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ദെൻ ഹോൾ നമ്പർ പാർട്ടിൽ ഏതാണോ വലുത് വരുന്നത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ, വലിയ ഡെസിമൽ. അവിടെ കൺസിഡർ ദ പെയർസ് ഓഫ് ഡെസിമൽ നമ്പേഴ്സ് 37.726 and 48.297. Page number 133. അതിൽ കണ്ടോ? അതിലെ രണ്ട് നമ്പറിലെയും രണ്ട് ഡെസിമൽ നമ്പറിലെയും ഹോൾ നമ്പേഴ്സ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്, 37 and 48. അപ്പൊ 37നെയും 48നെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും? 37 ആണ് 48നേക്കാളും ചെറുത്. അപ്പോ ആ ഹോൾ നമ്പർ വരുന്ന ഡെസിമൽ ആയിരിക്കും ചെറിയ നമ്പർ. 37.726 ലെസ് ദാൻ 48.297. ഇനി
ഹോൾ നമ്പർ പാർട്സ് രണ്ടും ഈക്വൽ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കമ്പയർ ചെയ്യാം. ടെൻസിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റ് കമ്പയർ ചെയ്യാം. 37.612 and 37.126. രണ്ടും വെച്ച് നോക്കിയാൽ ഹോൾ നമ്പേഴ്സ് 37 തന്നെ അല്ലേ? 37 തന്നെയാണ് ഹോൾ നമ്പർ വരുന്നത്. അതിൽ കഴിഞ്ഞിട്ട് ടെൻസിന്റെ പ്ലേസിൽ ഫസ്റ്റ് നമ്പറിൽ 6 വരുന്നുണ്ട്, സെക്കൻഡ് നമ്പറിൽ 1 വരുന്നുണ്ട്. അപ്പൊ 6 tens ആണ് 1 tenth-നേക്കാളും വലുത്. 6/10 ആണ് 1/10-നേക്കാളും വലുത് അല്ലേ? അപ്പൊ എങ്ങനെ വരും? ടെൻസിന്റെ പ്ലേസിൽ 6 വരുന്നതായിരിക്കും വലിയ നമ്പർ. Thus 37.612 greater than 37.126. നെക്സ്റ്റ് പേജ്. ഇനി ടെൻസിന്റെ പ്ലേസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ടെൻസിന്റെ പ്ലേസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഹൺഡ്രഡ്സിന്റെ പ്ലേസ് കമ്പയർ ചെയ്യാം. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ ഏതാണോ വലുത് വരുന്നത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അതും ഈക്വൽ ആണെങ്കിൽ തൗസൻഡ്സിന്റെ പ്ലേസ് കമ്പയർ ചെയ്യാം. തൗസൻഡ്സിന്റെ പ്ലേസിൽ ഏതാണോ വലുത് വരുന്നത് അതായിരിക്കും വലിയ നമ്പർ. ഓക്കെ. എക്സസൈസ് 7.3 പേജ് നമ്പർ 134 എക്സസൈസ് 7.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതേ പേജിൽ തന്നെ fill in the blanks with less than, greater than or equal. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയേ. 6 എണ്ണം ഉണ്ട്. സിമ്പിൾ ഒന്ന് എഴുതി നോക്കിയേ. Zero point 0.25, 0.37. 0.25 0.37 വെച്ച് നോക്കിയാൽ ഏതായിരിക്കും വലുത്? ടെൻസിന്റെ പ്ലേസിലുള്ള ഹോൾ നമ്പർ പ്ലേസ് 0 തന്നെ. അപ്പൊ ടെൻസിന്റെ പ്ലേസിൽ ഏതാ വലുത് നോക്കാം. ടെൻസിന്റെ പ്ലേസിൽ ഏതാ വലുത്? 3 അല്ലേ? 2 3 വരുന്നേ. 3 ആണ് വലുത്. അപ്പൊ 3 വരുന്നതായിരിക്കും വലിയ നമ്പർ. 0.25 less than 0.37. 0.3 ഉം 0.30 ഉം. ഇവിടെ ഹോൾ നമ്പർ പാർട്ട് ഇല്ല, 0 ആണ് വരുന്നത്. എന്നാൽ ടെൻസിന്റെ പ്ലേസിൽ രണ്ടും 3 ആണ് വരുന്നത് അല്ലേ? ടെൻസിന്റെ പ്ലേസിൽ 3 ആണ് വരുന്നത്. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 0 വരുന്നുണ്ട്. എന്നാലും ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 0 എഴുതിയാലും ഇല്ലെങ്കിലും അതിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ടെൻസിന്റെ പ്ലേസിൽ രണ്ടും 3 ആയതുകൊണ്ട് അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ. Then 0.15, 0.015. ഇവിടെ ഹോൾ നമ്പർ പാർട്ട് ഒന്നും വരുന്നില്ല, 0 തന്നെയാ വരുന്നത്. ടെൻസിന്റെ പ്ലേസിൽ ഫസ്റ്റ് നമ്പറിൽ 1 വരുന്നുണ്ട്, സെക്കൻഡ് നമ്പറിൽ 0 വരുന്നുണ്ട്. അപ്പൊ 1 വരുന്നതായിരിക്കുമല്ലോ വലുത്. 0.15 is greater than 0.015. നെക്സ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഹോൾ നമ്പർ പാർട്ട് 4 ഉം 3 ഉം വരുന്നുണ്ട്. അപ്പൊ 4 വരുന്നതായിരിക്കും വലിയ നമ്പർ. നെക്സ്റ്റ് 0.001, സോറി 6.001, 6.01. ഹോൾ നമ്പർ പാർട്ട് സെയിം ആണ്. ടെൻസിന്റെ പ്ലേസിൽ 0, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ ഫസ്റ്റ് നമ്പറിൽ 0, സെക്കൻഡ് നമ്പറിൽ 1. അപ്പൊ ഏതായിരിക്കും വലുത്? സെക്കൻഡ് നമ്പർ ആയിരിക്കും വലുത്. 6.001 less than 6.01. അടുത്തത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഹോൾ നമ്പർ പാർട്ട് രണ്ടെണ്ണം ഡിഫറെന്റ് ആണ്, 2 ഉം 1 ഉം. അപ്പൊ 2 വരുന്നതായിരിക്കും വലിയ നമ്പർ. 2.015 greater than 1.017. Okay.
അത്രയും മനസ്സിലായല്ലോ. ഇനി അതിന്റെ ബാക്കി അടുത്ത പേജിലുണ്ട്, അത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു വെച്ചോ. കുറെ ഹോംവർക്ക് ആയല്ലേ? കുഴപ്പമില്ല, പ്രോബ്ലം ചെയ്യാനൊന്നുമില്ലല്ലോ, വെറുതെ എഴുതിയാൽ മാത്രം പോരെ. ഓക്കെ, നാളെ നിങ്ങൾക്ക് മാത്സിന്റെ ക്ലാസ് ഉണ്ടോ? ടൈം ടേബിൾ നോക്കിയില്ലേ? നാളത്തേക്ക് അയച്ചാൽ മതി, ഇന്ന് തന്നെ നോക്കണ്ട കേട്ടോ. ഹോംവർക്ക് എന്തായാലും ചെയ്യണം. ഇനി നമുക്ക് ഡിസെൻഡിങ് ഓർഡറും അസെൻഡിങ് ഓർഡറും. എന്താ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ? ഇഷ്ടമില്ല അല്ലേ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും എഴുതാൻ? പഠിച്ചല്ലേ പറ്റൂ. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഡിസെൻഡിങ് ഓർഡറോ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലേ? വലിയ നമ്പറിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്നതിന് ഡിസെൻഡിങ് ഓർഡർ എന്നും ചെറിയ നമ്പറിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നതിനെ അസെൻഡിങ് ഓർഡർ എന്നും പറയുന്നു. അപ്പോ ഈ ഡെസിമൽസ് എങ്ങനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറിലും എഴുതുന്നത്? പേജ് നമ്പർ 135 എക്സസൈസ് 7.3 ബി ക്വസ്റ്റ്യൻ കണ്ടോ? നമുക്ക് ആ വർക്ക് ചെയ്തിട്ട് തന്നെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും പഠിക്കാം. എന്നാ ബാക്കിയല്ലേ ചെയ്യണ്ടോ അല്ലേ? മിസ് എല്ലാം ചെയ്തെന്നാൽ ബാക്കിയല്ലേ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോളോയിങ് ഡെസിമൽസ് ഇൻ ascending order. B question 1.312. ടെസ്റ്റ് തന്നെ ചെയ്താൽ മതിയോ? ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്തു. 1.312, 8.501, 8.501, 7.312, 4.12, 4.12, 3.415. ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നോക്കേണ്ടത് എന്താ? അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നോക്കേണ്ടത് എന്താ? ഏറ്റവും ചെറിയ നമ്പർ ഏതാന്ന് നോക്കണം അല്ലേ? അല്ലേ, ഏറ്റവും ചെറിയ നമ്പർ ഏതാന്നല്ലേ നോക്കണ്ടേ? ഇതിൽ ഏതായിരിക്കും ഏറ്റവും ചെറുത്? ഇതിൽ ഹോൾ നമ്പേഴ്സ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാം. ഹോൾ നമ്പേഴ്സ് കൺസിഡർ ചെയ്താൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 1 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. 1 വരുന്ന 1 ഹോൾ നമ്പർ ആയിട്ട് വരുന്ന ഒരു ഡെസിമൽ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതായിരിക്കും ഏറ്റവും ചെറുത്, 1.312. മിസ്, അപ്പൊ ഞങ്ങൾ ഈ നമ്പറിന്റെ മേളിൽ 1, 2 എങ്ങനെ എഴുതിയാൽ മതിയോ? അതിന്റെ തൊട്ട് സൈഡിൽ പ്ലേസ് ഉണ്ടല്ലോ എഴുതാൻ, അവിടെ എഴുതിക്കും. 1.312 ലെസ് ദാൻ, അത് കഴിഞ്ഞിട്ട് വരുന്നത് 8743, 3 അല്ലേ? 3.415 ലെസ് ദാൻ, നെക്സ്റ്റ് 1 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 478, 4.12 ലെസ് ദാൻ, നെക്സ്റ്റ് 7.312 ലെസ് ദാൻ 8.501, 8.501. മനസ്സിലായോ അസെൻഡിങ് ഓർഡറിൽ എഴുതിയത്? ഇനി അതില് ലാസ്റ്റ് വൺ, നാലാമത്തത് 3.627, 3.627, 23.01,
25.058, 3.999, 20.040. ഇതെങ്ങനെയാ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹോൾ നമ്പർ പാർട്സ് ഒക്കെ നോക്കണം. ഹോൾ നമ്പർ പാർട്സ് നോക്കിയാൽ ഏറ്റവും ചെറുത് ഏതാ? 3, 23, 25, 3, 20. 3 ഹോൾ നമ്പർ പാർട്സ് വരുന്നുണ്ട് അല്ലേ? 2 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെ? 3.627 3.999. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതില് ടെൻസിന്റെ പ്ലേസിൽ ഏതാ വലുത് നോക്കാം. അതായിരിക്കും ടെൻസിന്റെ പ്ലേസിൽ ഏതാ ചെറുത് നോക്കാം. അസെൻഡിങ് ഓർഡർ അല്ലേ? ടെൻസിന്റെ പ്ലേസിൽ ഏതാ ചെറുത് നോക്കാം. ടെൻസിന്റെ പ്ലേസിൽ 6 വരുന്നില്ലേ? 6 ആയിരിക്കില്ലേ ചെറുത്? അപ്പൊ അതായിരിക്കും ഒന്നാമത്തത്. ടെൻസിന്റെ പ്ലേസിൽ 9 വരുന്നത് രണ്ടാമത്തത്. അടുത്തത് again നമ്മൾ ബാക്കിയുള്ളതിന്റെ മൂന്നെണ്ണത്തിന്റെയും ഹോൾ നമ്പർ പാർട്ട് കൺസിഡർ ചെയ്യാം. 23, 25, 20. അപ്പൊ 20 വരുന്നതായിരിക്കും മൂന്നാമത് വരുന്നത്. നെക്സ്റ്റ് 23 വരുന്നതായിരിക്കും നാലാമത് വരുന്നത്. 25 വരുന്നതായിരിക്കും 5th പൊസിഷനിൽ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ അസെൻഡിങ് ഓർഡർ? 3.627 less than 3.999 less than 20.040 less than 23.01 less than 25.058. ഇതായിരിക്കും ഇതിന്റെ അസെൻഡിങ് ഓർഡർ. എഴുതി വെച്ചോ ടെക്സ്റ്റിനകത്ത്. എഴുതി വെച്ചോ. ഒന്നാമത്തതും നാലാമത്തതും ആണ് നമ്മളിപ്പോ ചെയ്തത്. ബാക്കി രണ്ടെണ്ണം ഉണ്ട്, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു. എല്ലാം കൂടി ഇന്ന് തന്നെ ചെയ്യണ്ട, നാളെയോ മറ്റന്നാളോ ആയിട്ട് അയച്ചു തരണേ. നിങ്ങൾ ആരും അയച്ചു തരുന്നില്ല ഹോംവർക്കിന്റെ ആൻസർ ഒന്നും. നാളെയോ മറ്റന്നാളോ ആയിട്ട് ഹോംവർക്കിന്റെ ആൻസർ അയച്ചു തരാം കേട്ടോ. സാവധാനം ചെയ്താൽ മതി. എഴുതി വെച്ചോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറെ സമയമായില്ലേ ഇരിക്കുന്നു? കഴിഞ്ഞല്ലേ? അപ്പൊ പറഞ്ഞ ഹോംവർക്ക് ഒക്കെ ചെയ്യാ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസെൻഡിങ് ഓർഡർ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ബൈ.